ഇപ്പോൾ പേരൂർക്കട ഏരിയ സമ്മേളനത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണം. ആ സമ്മേളനത്തിൽ നിന്നാണ് നമ്മൾ അഖിലേന്ത്യാ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടുന്ന പ്രതിനിധികളെ തിരഞ്ഞെടുക്കുക. ആ സംസ്ഥാന സമ്മേളനമാണ് പുതിയ സംസ്ഥാന കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുക. ആ കമ്മിറ്റിയാണ് സംസ്ഥാന സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുക. ആ കമ്മിറ്റി തന്നെയാണ് നമുക്കറിയുന്നത് പോലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ തിരഞ്ഞെടുക്കുക. സമ്മേളനം തന്നെ കൺട്രോൾ കമ്മീഷനെയും തീരുമാനിക്കപ്പെടും. ഇങ്ങനെ ജനാധിപത്യപരമായൊരു പ്രക്രിയ. പാർട്ടി കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ വിവിധ മേഖലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സമ്മേളനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ചേർന്നുകൊണ്ടാണ് പാർട്ടി കോൺഗ്രസ്. പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ മാസം 2-ാം തീയതി മുതൽ 6-ാം തീയതി വരെയുള്ള തീയതികളിൽ മധുരയിൽ ചേരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊരു നീണ്ട പ്രോസസ്സാണ്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന വലിയ ബ്രാഞ്ച് സമ്മേളനം, ഏതാണ്ട് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ലോക്കൽ സമ്മേളനം, പിന്നീട് ഏരിയ സമ്മേളനം, പിന്നീട് ജില്ലാ സമ്മേളനം, സംസ്ഥാന സമ്മേളനം, അഖിലേന്ത്യാ പാർട്ടി കോൺഗ്രസ്. അപ്പോൾ ഏതാണ്ട് ഏപ്രിൽ ആദ്യത്തെ ആഴ്ച പൂർത്തീകരിക്കാൻ പോകുന്ന പാർട്ടി കോൺഗ്രസിലേക്കുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ജനാധിപത്യ പ്രക്രിയയിലൂടെയുള്ള യാത്രയാണ് 38,000 ബ്രാഞ്ച് സമ്മേളനങ്ങളും 1000-കണക്കിന് ലോക്കൽ സമ്മേളനങ്ങളും 100-കണക്കിന് ഏരിയ സമ്മേളനം കഴിഞ്ഞ് ജില്ലാ സമ്മേളനവും പാർട്ടി കോൺഗ്രസിലേക്കുള്ള നീക്കവും നമ്മൾ നടത്തുന്നു. ഇങ്ങനെ ചിട്ടപ്പെടുത്തിയ ജനാധിപത്യ പ്രക്രിയ കൈകാര്യം ചെയ്യുന്ന ഒരു ബൂർഷ്വാ രാഷ്ട്രീയ പ്രസ്ഥാനവും ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നവരുടെ പട്ടികയിലില്ല. എല്ലാം നോമിനേഷനാണ്. പേരൂർക്കട ഏരിയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ.